നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു വാർത്ത വേണ്ടതുപോലെ നമ്മുടെ സമൂഹം ചർച്ച ചെയ്തില്ല. ഈ പെണ്ണ് കേസുകൾക്കിടയിൽ, ഇക്കിളിക്കഥകൾക്കിടയിൽ റേറ്റിംഗ് കുറവാകും എന്നതുകൊണ്ടാവാം നമ്മുടെ ചാനലുകൾ അത് വേണ്ടതുപോലെ ചർച്ച ചെയ്യാതിരുന്നത്. പിണറായി വിജയൻ സർക്കാർ ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് ജയിലിൽ കഴിയുന്ന തടവുകാരുടെ കൂലി വർദ്ധിപ്പിച്ചു എന്നതാണ് ആ വാർത്ത. തടവുകാരുടെ കൂലി വർദ്ധിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. 7 വർഷം മുമ്പാണ് അവരുടെ കൂലി വർദ്ധിപ്പിച്ചത്. പക്ഷെ പ്രസക്തമായ ചോദ്യം, ആശാ വർക്കർമാർ 100 രൂപ കൂട്ടിത്തരാമെന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയുന്നവർ തടവുകാർക്ക് ഇങ്ങനെ വാരിക്കോരി കൊടുത്തത് എന്തുകൊണ്ടാണ്? ഒരു ആശാ വർക്കർക്ക് 250 രൂപയാണ് ഒരു ദിവസം കൂലി. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവർക്ക് 346 രൂപ. അപ്പോഴാണ് 620 രൂപയായി തടവുകാരന് കൂലി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ആശാവർക്കർക്കും തൊഴിലുറപ്പ് പദ്ധതിക്കാർക്കും ഇല്ലാത്ത എന്തു മഹിമയാണ് ക്രിമിനലുകളായ ജയിൽ പുള്ളികൾക്കുള്ളത്? പിണറായി വിജയൻ ഇങ്ങനെ ചെയ്തതിന് പിന്നിൽ കൃത്യമായ ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടാവും. കഴിഞ്ഞ 10 വർഷം ഈ നാട് കട്ടുമുടിപ്പിക്കുകയും സകല മോഷണങ്ങളും നടത്തുകയും ചെയ്ത സഖാക്കൾ ഇനി വരാൻ പോകുന്ന 5 വർഷം നിരനിരയായി അഴിയെണ്ണുമെന്ന് പിണറായിക്കറിയാം. താൻ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടതൊക്കെ ചെയ്തിട്ടാണ് പിണറായി ഇറങ്ങിപ്പോകുന്നത്. അതിനുള്ള അന്തർധാരകൾ പിണറായിക്കുണ്ട്. എന്നാൽ സഖാക്കളെ അങ്ങനെ കൈവിടാൻ കഴിയുമോ? കൂട്ടത്തോടെ സഖാക്കൾ ജയിലിലാവാൻ പോവുകയാണ്. അങ്ങനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സഖാക്കൾ അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടിയാവാം പിണറായി ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് ഇങ്ങനെയൊരു കൂലി വർധനവ് നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ ഒരു തടവ് പുള്ളിയുടെ ഏറ്റവും കുറഞ്ഞ കൂലി 63 രൂപയാണ്. വലിയ വിദഗ്ധനാണെങ്കിൽ 168 രൂപ. ഭൂരിപക്ഷം പേർക്കും കൊടുക്കുന്നത് 63 രൂപയാണ്. CPM വേണ്ട കൊടിസിനിമാർക്ക് മാത്രമാണ് 168 രൂപ കൊടുക്കുന്നത്. ആ കൂലി പുതുതായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ കൂലി 530 രൂപ. എന്ന് വെച്ചാൽ ഒരുത്തൻ തടവിലായാൽ അവൻ ഒരു പണിയും അറിയില്ലെങ്കിലും, അവൻ ഒന്നും ചെയ്യാൻ ശേഷിയില്ലെങ്കിലും അവൻ ഒരു ദിവസം 530 രൂപ കിട്ടും. അവന് മിനിമം പണി അറിയാമെങ്കിൽ 560 രൂപ. അവൻ സ്കിൽഡ് ആണെങ്കിൽ, അതായത് ITI പഠിച്ചവരോ മറ്റേതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസമുള്ളവർ, അവർക്ക് സ്കിൽഡ് ലേബർ അറിയാം, പ്ലംബിങ്ങോ വയറിങ്ങോ AC മെക്കാനിക് എന്തെങ്കിലും പണി അറിയാമെങ്കിൽ 620 രൂപ കിട്ടും. ഒരു ദിവസത്തെ കൂലിയാണ്. ആലോചിച്ച് നോക്കൂ. ഈ 620 രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസം 18,600 രൂപയാണ്. നമ്മുടെ നാട്ടിൽ എത്ര സ്വകാര്യ സ്ഥാപനങ്ങളിൽ 18,600 രൂപ ശമ്പളമുണ്ട്? വാട്സാപ്പിലൂടെ വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. 10 വർഷം ജയിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരാളുടെ മിനിമം ബാങ്ക് ബാലൻസ് പരിശോധിക്കാം. ഒരു സ്കില്ലുമില്ലാത്ത ഒരുത്തനാണെങ്കിൽ 520 × 30 15,600 എന്നാണ് കണക്ക്. 530 10 രൂപ കുറഞ്ഞു പോയി. അങ്ങനെ ആ 15,600 ഒരു മാസം 12 മാസമാണെങ്കിൽ 1,87,200 രൂപ. അതിനെ 10 വർഷം കൊണ്ട് കൂട്ടിയാൽ 18,72,000 രൂപ. ഇതാണ് അൺസ്കിൽഡ് ലേബർ. അതായത് 18,72,000 രൂപ. ഇതിൽ 10 രൂപ കൂടി കൂട്ടണം. 10 വർഷം ഏതാണ്ട് 20 ലക്ഷം രൂപ. ഇനി 620 രൂപ സ്കിൽഡ് ലേബർ ആണെങ്കിൽ 620 × 30 അത് 18,600 × 12 2,23,200 രൂപ ഒരു വർഷം. × 10 22,32,000 രൂപ. അതായത് 10 വർഷം തടവിന് വിധിക്കപ്പെടുന്ന ഒരാൾ ജയിലിന് പുറത്തിറങ്ങുമ്പോൾ അവൻ്റെ കയ്യിൽ 22,32,000 രൂപ കൊടുത്തുവിടും. പോരാ, ആ 22,32,000 രൂപ അതുവരെ ബാങ്കിൽ സൂക്ഷിച്ചതിൻ്റെ പലിശയും കൊടുക്കണം. എന്ന് വെച്ചാൽ അത് അവിടുന്ന് മുകളിലേക്ക് പോകും. മാത്രമല്ല, ഈ മുഴുവൻ പണവും മിച്ചമാണ്. 1 രൂപ പോലും അവന് മുടക്കില്ല. അവന് സൗജന്യ ഭക്ഷണമുണ്ട്, സൗജന്യ വസ്ത്രമുണ്ട്, മറ്റ് അലവൻസുകളുണ്ട്. അതേക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: 3 നേരത്തെ ബാലൻസ്ഡ് ഡയറ്റ് ഫുഡ്. 3 നേരവും കൃത്യം ബാലൻസ്ഡ് ഡയറ്റ് ഫുഡാണ്. അത് ഫ്രീ ആണ്. 2 നേരം ടീയും സ്നാക്സും. 2 നേരം ടീയും സ്നാക്സും കിട്ടും. 3 നേരം നല്ല ബാലൻസ്ഡ് ഫുഡ് കിട്ടും. പിന്നെ കൂടെ നല്ല ആരോഗ്യവും. എല്ലാ ദിവസവും പണി, കള്ളു കുടിച്ച് ലിവർ പോവില്ല. കല്യാണത്തിനും വീട്ടിൽ കൂടലിനും തെയ്യത്തിനും പിരിവ് കൊടുക്കേണ്ട, ആരും ഉപദ്രവിക്കില്ല. ഇപ്പം മദ്യപാനമൊന്നും നടക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാം. 1 രൂപ പോലും പിരിവ് കൊടുക്കണ്ട. 1 രൂപ കറണ്ട് ബില്ല് അടയ്ക്കേണ്ട, 1 രൂപ വാട്ടർ ബില്ല് അടയ്ക്കേണ്ട, 1 രൂപ അത്തരത്തിൽ ചിലവുകളില്ല. മുഴുവൻ മിച്ചമാണ്. ഓർക്കണം, എല്ലാ ചിലവും എടുക്കും. 1 രൂപ പോലും ചിലവില്ല, മുഴുവൻ കിട്ടും. 3 നേരം ഭക്ഷണം. ഇടയ്ക്ക് മട്ടനും ചിക്കനും ഒക്കെ ഉണ്ടെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എല്ലാ നേരവും ഭക്ഷണമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ പരിശോധനയുണ്ട്. ഇടയ്ക്ക് മെഡിറ്റേഷനുണ്ട്. പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. കൗൺസിലിങ്ങിനുള്ള സൗകര്യമുണ്ട്. ജയിലിൽ കിടന്ന് പഠിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. പുസ്തകം വായിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇല്ലാത്ത സൗകര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് പോകാൻ നേരം 10-25 ലക്ഷം രൂപ കൊണ്ടുപോകാം. പലിശ കൂടിയാവുമ്പോൾ അതിൽ കൂടുതലാവും. എന്തുതരം സർക്കാരാണിത്? ക്രിമിനൽ കുറ്റം ചെയ്യുന്നവർ, കൊല്ലുന്നവർ, മോഷ്ടിക്കുന്നവർ, റേപ്പ് ചെയ്യുന്നവർ, അവർക്കുള്ള സൗകര്യമാണ്. പിന്നെ എന്തിനാണ് ജനങ്ങൾ ഗൾഫിന് പോകുന്നത്? പിന്നെ എന്തിനാണ് ജനങ്ങൾ കൂലിപ്പണിയെടുക്കുന്നത്? ഗൾഫിൽ പോകുന്ന പലരും 3-4 വർഷം കൂടുമ്പോഴാണ് വരുന്നത്.
ചിലപ്പോൾ അവിടെ അറബിയുടെ അടിമപ്പണിയായിരിക്കും. നമ്മൾ ആടുജീവിതം കണ്ടല്ലോ, ഒന്നും ഉണ്ടാവില്ല, പലരും കബളിപ്പിക്കപ്പെടുന്നു, ജീവിത സമ്പാദ്യം മുഴുവൻ പലരും തട്ടിയെടുക്കുന്നു. ഇത് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, ആരോഗ്യ പ്രശ്നവുമില്ല, സുരക്ഷിതമാണ്. മര്യാദയ്ക്ക് ജീവിക്കാൻ അടിയും കിട്ടില്ല, സുരക്ഷിതമായി ജീവിക്കാം. പണിയെടുക്കുന്ന റിസൾട്ട് ഉണ്ടാവുന്നത് എന്തെങ്കിലുമൊക്കെ പണിയെടുത്താൽ മതി, ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. തൊഴിലുറപ്പുകാർ പണിയെടുക്കുന്ന പോലെ ചെയ്താൽ മതി. 10 വർഷം ജയിലിൽ കിടന്നു പോയാൽ 10-30 ലക്ഷം രൂപയെ വീട്ടിൽ പോകാം. നിങ്ങൾ എന്തിന് പണിയെടുക്കണം? നിങ്ങൾ എന്തിനും ഗൾഫിൽ പോകണം? നിങ്ങൾക്കിതല്ലേ നല്ലത്? എന്ന് വെച്ചാൽ നാട്ടിലിറങ്ങി പിടിച്ചു പറിക്കുക, മോഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരാളെ കൊല്ലുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രക്രിയ ചെയ്താൽ പോലീസ് പിടിക്കും. വക്കീലിനെ വെച്ച് കാശ് കളയരുത്, കുറ്റം അങ്ങ് സമ്മതിച്ചേക്കുക. നിയമത്തിൻ്റെ ഒരു സാഹചര്യം എന്താണെന്നറിയാം. ഒരാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുവരുമ്പോൾ കോടതി ഒരു ചോദ്യം ചോദിക്കും, കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന്. കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു, അയാൾ സമ്മതിച്ചു. അഡ്മിറ്റഡ് ഫാക്ട്സ് നീഡ് നോട്ട് ബി പ്രൂവ്ഡ് എന്നാണ് നിയമത്തിൻ്റെ വശം. പിന്നെ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. പ്രൂവ് ചെയ്യേണ്ടത് എവിടെയാണ്? നിഷേധിക്കുമ്പോഴാണ്. അതുകൊണ്ട് സകല കുറ്റവാളികളും ആദ്യം കോടതിയിൽ വന്നിട്ട് നിഷേധിക്കും, ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ വേണം ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു, പ്രോസിക്യൂഷൻ തെളിയിക്കണം ഇയാൾ കുറ്റം ചെയ്തെന്ന്. നീണ്ടുപോകും വർഷങ്ങൾ. നടിയെ ആക്രമിച്ച കേസ് 8.5 വർഷം എടുത്തു അതിൻ്റെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിക്കാൻ. അതേസമയം നിങ്ങൾ കുറ്റം സമ്മതിച്ചാൽ അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, അപ്പോൾ തന്നെ ജയിലിൽ പോവാം. എന്താണ് സർക്കാർ പറയുന്നത്? നിങ്ങൾ തെരുവിലിറങ്ങി കുറ്റകൃത്യം ചെയ്യൂ, ആരെയെങ്കിലുമൊക്കെ റേപ്പ് ചെയ്യൂ, മോഷ്ടിക്കൂ, പിടിച്ചു പറിക്കൂ, ആരെയെങ്കിലും കൊല്ലൂ, എന്നിട്ട് നിങ്ങൾ ജയിലിൽ പോവൂ, നിങ്ങൾക്ക് സുഖമായി ജീവിക്കാമെന്നല്ലേ? എന്തുതരം സർക്കാരാണിത്? എന്തുതരം മര്യാദയാണിത്? മനുഷ്യൻ പണിയെടുക്കരുത്, കുറ്റകൃത്യം ചെയ്ത് ജയിലിൽ പോവുക, എന്നിട്ട് സുഖം അനുഭവിക്കുക എന്ന് പറയുന്ന ഈ സർക്കാർ എന്തു സന്ദേശമാണ് ലോകത്തിന് കൊടുക്കുന്നത്? സ്വന്തം പാർട്ടിക്കാരെല്ലാം ക്രിമിനലുകളാവാം, അവർക്ക് ജയിലിലേക്ക് പോകാൻ ഊഴം കാത്തിരിക്കാവാം. അതിനർത്ഥം സകല മനുഷ്യരും അങ്ങനെയാണെന്ന് കരുതരുത്. ഇത് അങ്ങേയറ്റത്ത് വൃത്തികേടാണ്. ഈ വൃത്തികേടിൻ്റെ ജനങ്ങൾ ശബ്ദമുയർത്തണം. ഈ 10 വർഷത്തെ ഭരണകാലത്തെ ഡിവൈഎഫ്ഐക്കാരെ കൊണ്ടും SFIക്കാരെ കൊണ്ടും ലഹരി കച്ചവടം നടത്തി നാട് മുടിപ്പിച്ചു. വഴിയിൽ മനുഷ്യന് സ്വസ്ഥമായി ഇറങ്ങി നടക്കാൻ കഴിയില്ല. തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിച്ചാൽ ആരെങ്കിലും ഒന്ന് കുത്തിയെന്ന് വരാം. അത്തരം സാഹചര്യം സൃഷ്ടിച്ചു ഇനി സകല ക്രിമിനൽ കുറ്റങ്ങളും ചെയ്ത് ജയിലിൽ പോയി തിരിച്ചു വന്ന് സുഖമായി ജീവിക്കാൻ അവസരമൊരുക്കുന്നു. ഈ നെറുകേടിനെതിരെ ശബ്ദിക്കണം. ഇവിടുത്തെ പ്രതിപക്ഷമൊക്കെ മിണ്ടാത്തത് എന്താണെന്ന് എനിക്കറിയില്ല. ഇത് അങ്ങേയറ്റം ഈ സമൂഹത്തെ വിഷലിപ്തമാക്കാൻ, ഈ സമൂഹത്തെ ക്രിമിനൽവൽക്കരിക്കാൻ, ഈ നാടിനെ കുട്ടിച്ചോറാക്കാനുള്ള പിണറായിയുടെ ഗൂഢാലോചനയാണ്. പ്രതികരിക്കാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ആർക്കും ഈ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാവും രൂപപ്പെടുക.